അപ്പൊ നമുക്ക് ആ പാറ കണ്ടിട്ട് വരാം. ഒരു പാറയുടെ ചോട്ടി നമ്മുടെ പുറകെയിരിക്കുന്ന ആ പാറയുടെയൊക്കെ ഷേപ്പ് നോക്കും. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു മനുഷ്യരില്ല, ഞങ്ങൾ മാത്രമുള്ള ആ റോഡിൽ. അദ്ദേഹത്തിന് പുരാതന ലിപികളോടും ചരിത്രത്തോടും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതുവരെ ആരും വരാത്ത സ്ഥലത്തിലൂടെയുള്ള യാത്ര കേട്ടോ. ഹായ് ഗായ്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രാജി, ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങളുടെ കാഴ്ചകളും അവിടുത്തെ കൾച്ചറും ഹിസ്റ്ററിയും എങ്ങനെ രാജ്യത്തേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വീണ്ടും പുറത്തിറങ്ങിയൊക്കെയാണ്. ഒരു 4:41 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനൊരു സംഭവം. അപ്പം നമ്മളെന്ത് കരുതി അങ്ങോട്ടൊന്ന് പോയി കാണാമെന്ന് കരുതി വണ്ടി എടുത്ത് അങ്ങോട്ട് പോകും. ഇത് ശരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് എലിഫന്റ് റോക്കിൻ്റെ പകൽ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം രാവിലെ നമ്മൾ ദദാൻ്റെയും ജബൽ ഇഖ്മയുടെ കാഴ്ചകളൊക്കെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇറങ്ങി. റൂമിൻ്റെ അടുത്ത് കുറേ പാറകളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് ഒന്ന് ഇറങ്ങിയതാണ്. ഈ ഒരു സ്ഥലം മുഴുവനും പാറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു വണ്ടിയോ വീടോ ഒന്നും തന്നെ നമുക്കിവിടെ കാണാൻ പറ്റില്ല. ചെറിയൊരു റോഡാണ്. ഞങ്ങൾ ആ ഒരു റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്. നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ സൈഡിലൊക്കെ ഈ ഒരു പാറകൾക്കൊക്കെ ഓരോ ഷേപ്പാണ്. ഓരോ പാറകൾക്കൊക്കെ ഓരോ മൃഗത്തിൻ്റെയൊക്കെ പോലത്തെ നമുക്ക് ഷേപ്പ് ഫീൽ ചെയ്തിരുന്നു. ചിമ്പാൻസിയെ പോലെയൊക്കെ നമുക്ക് തോന്നിയിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടും വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ പാറകളൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ ആ ഒരു റോഡിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ശരിക്കും നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കണ്ടോ. ആ പാറകളൊക്കെ കണ്ടോ. ഈ പാറകൾക്കൊക്കെ ഈ ഒരു ഷേപ്പ് വന്നിരിക്കുന്ന വർഷങ്ങളോളം പൊടിക്കാറ്റും വെയിലും കാലാവസ്ഥയുടെ വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെയാണ് ഇങ്ങനെ രൂപപ്പെട്ടതെന്നാണ് പറയുന്നത്. ഇവിടത്തേക്ക് പാറകൾ കാണുന്ന പോലെയാണ് എലിഫന്റ് റോക്കും തന്നെ ഉണ്ടായതാണ്. ശരിക്കും പറഞ്ഞാൽ ആ എലിഫന്റ് റോക്കിന്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റൂലേ, എന്ത് വലിയൊരു പാറയാണത്. ഭയങ്കര രസമാണ് ശരിക്കും. അവിടുത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഈ അല്ലുല എന്ന സ്ഥലം മൊത്തത്തിലൊരു ഭയങ്കര വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നി. ഇവിടുത്തെ പാറകൾക്കൊക്കെ ഭയങ്കര വലുപ്പമാണ്. രണ്ട് സൈഡിൽ ഇങ്ങനെ പാറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കുറേ ഗ്രൂപ്പായിട്ടൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നി. ശരിക്കും പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു കേട്ടോ. ഈ ഒരു സ്ഥലത്തൂടെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു മനുഷ്യരില്ല, ഞങ്ങൾ മാത്രമുള്ള ആ റോഡിൽ. ഭയങ്കര വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നി. നമ്മൾ ഇതുവഴി വണ്ടി ഒഴിച്ച് പോകുമ്പോഴേ നമുക്ക് സൗദിയിലാണെന്ന് പോലും തോന്നില്ല. കാരണം സൗദി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലറിയാമല്ലോ, മരുഭൂമി, അങ്ങനെ പിന്നെ കുറേ ബിൽഡിങ് അങ്ങനെ ആണല്ലോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇതൊരു സൗദി അറേബ്യ ആണെന്ന്. ശരിക്കും വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നി. അല്ലുല ഭയങ്കര വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നി. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ സൗദിയുടെ ഓരോ റീജിയനുകളും വ്യത്യസ്തമാണ്. അപ്പം അല്ലുല ശരിക്കും ഒരു ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി എനിക്ക് ഒരു ഫോട്ടോ എടുക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ നോക്കി ഭയങ്കര ബഹറിൽ നമ്മൾ പോയ സമയത്ത് ട്രീ ഓഫ് ലൈഫ് കാണാൻ പോയിരുന്നു. അതുപോലെ തോന്നി ഇതിനെ ഇവിടെ കണ്ടപ്പോൾ. പെട്ടെന്ന് നമ്മൾ വണ്ടി നിർത്തി അതൊന്ന് കാണാൻ ഇറങ്ങിയതാണ്. മരുഭൂമിയിനകത്ത് നിൽക്കുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മരമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ചുറ്റും നോക്കി എന്ത് വലിയ വലിയ പാറകളാണ് നോക്കി. തെരന്തിശ്വരനും കുഞ്ഞുണ്ട് അവിടെ നിൽപ്പുണ്ട്. അവരവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്, വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് ഭയങ്കര കാറ്റും ഭയങ്കര ചൂടാണ്. മുഖമെല്ലാം പൊള്ളി പോകുന്ന പോലെ ഫീൽ ചെയ്യുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ റൂമിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം ഇത് കേട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ അതുവഴിയെല്ലാം നടക്കുകയാണ്. നമ്മൾ ശരിക്കും ഹെഗ്രെ പോയ സമയത്ത് കണ്ട പാറകൾ പോലത്തെ പാറകളാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. കണ്ടോ, ഹെഗ്രിയിൽ നമ്മൾ പോയ സമയത്ത് കണ്ടിരുന്നില്ലേ കുറേ ശിലാകല്ലറകൾ. അത് നിർമ്മിച്ചിരുന്ന ഇങ്ങനത്തെ പാറയിലുള്ളിലാണ്. അപ്പം നമുക്ക് ശരിക്കും ആ പാറ കണ്ടപ്പം അതേപോലെ നമുക്ക് ഫീൽ ചെയ്ത്. ഇതുണ്ട്, ഈ പാറയിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റും. ധാരാളം ഹോളുകൾ കാണാൻ പറ്റും അല്ലേ. അത് ആ ഒരു കാലാവസ്ഥയുടെ ഇതുകൊണ്ട് സംഭവിച്ചതാണ്. അതുപോലെ ഒരു മഞ്ഞ കളറാണ്. ഈ ഒരു പാറ നോക്കിക്കേ, അതിൽ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ച പോലെ ഉണ്ടല്ലേ. ചില പാറകൾ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ചുറ്റും നോക്കിക്കേ ഫുള്ള് പാറകളാണ്. ഇവിടെ ഈ നേരെ കാണുന്ന ഒരു റിസോർട്ടാണ്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര അതിശയം തോന്നി. ഇതിനകത്തൊരു റിസോർട്ട്, അതിൻ്റെ പേരാണ് സഹാറി റിസോർട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ആരും വരാത്ത സ്ഥലത്തിലൂടെയുള്ള യാത്ര കേട്ടോ. ഇങ്ങനത്തെ സ്ഥലത്തൊന്നും നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങളൊന്നും ഇങ്ങ് കണ്ടിട്ടില്ലല്ലേ സൗദിയിൽ. ആരും വീഡിയോ ഇട്ടിട്ടോ അല്ലേ. അപ്പം നമുക്ക് ആ പാറ കണ്ടിട്ട് വരാം. അപ്പോൾ അതേ ഒരു പാറയുടെ ചോട്ടി വന്നേക്കാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പാറയെ വന്ന് തൊടണമെന്ന്. ഇവിടുത്തെ പാറയെ വന്ന് തൊടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. തൊട്ടിരിക്കുകയാണ്. അതാണ് ഏത് പാറയെന്നൊന്നും അറിയില്ല. എന്തായാലും അടിപൊളിയാണ്. ഭയങ്കര ദൂരത്തു നിന്നാണ്. എൻ്റെ ചേട്ടൻ അവിടെ ഒക്കെയാണ്. അത് ദൂരത്തു നിന്നാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു
പാറകളാ നോക്കിക്കേ, കണ്ടോ? നമ്മുടെ പുറകെ ഇരിക്കുന്ന ആ പാറയുടെയൊക്കെ ഷേപ്പ് നോക്കിക്കേ, ശരിക്കും ഒരു വ്യത്യസ്തമായിട്ട് തോന്നില്ല കണ്ടോ? അത് അങ്ങനെ ആക്കി വെച്ചേക്കുന്നതാണോ അറിയത്തില്ല എന്തായാലും. അതേപോലെ തന്നെ ഈ പാറയുടെ മുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ധാരാളം കല്ലുകളൊക്കെ. ഇങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോഴേ പാറയുടെ അടിയിൽ പോയി നിൽക്കരുത്, കല്ല് തലേ വന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. ഈ പാറകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും മണൽ കല്ലുകളാണല്ലോ. അപ്പം നമ്മൾ ചുമ്മാ അവിടെ ഒരു കല്ല് കണ്ടപ്പോഴത്തേ അത് കല്ലിലൊക്കെ ഇട്ട് നോക്കുക, അപ്പം തന്നെ അതങ്ങ് പൊടിഞ്ഞു പോയി. ഞങ്ങൾ പിന്നെ അവിടുത്തെ കല്ലുകളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുകയാണ്. ഒരു സിനിമ സ്റ്റൈൽ ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞപ്പോൾ വേറെ 2 പാറകൾ കണ്ട്. കല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഒരു സൗണ്ട് അല്ല നമുക്കത് ഫീൽ ചെയ്തത്. ഈ ഇരുമ്പ് സാധനങ്ങളൊക്കെ, ഉള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ല, അതിൻ്റെ ഒരു സൗണ്ടാണ് നമുക്ക് അതിന് തോന്നിയത്. നമ്മുടെ ജബലിക്മയുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്, അതായത് അവർ ഉപയോഗിച്ചിരുന്ന കല്ലുകളെ കുറിച്ച് അവർ പറയുന്നുണ്ട് ആ വീഡിയോയിൽ. ഉള്ളിയും ചുറ്റികയും വെച്ചിട്ടാണ് അവർ ആ ഒരു സംഭവം ഇൻസ്ക്രിപ്ഷൻസ് മൊത്തം അവിടെ എഴുതിയിരുന്നത്. ചില പ്രത്യേക കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ആ ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നത്. ചിലപ്പോൾ അങ്ങനത്തെ വല്ല കല്ലായിരിക്കും ഇത്. ഈ കല്ലുകൾ തമ്മിൽ കൂട്ടിയടിച്ചപ്പോൾ നമുക്കൊരു വ്യത്യസ്തമായ സൗണ്ടാണ് തോന്നിയത്. ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലമായിരുന്നു ഇത്. ഹെഗ്രയിലെ നബത്തീൻസ് ശിലാകല്ലറകൾ പണിതിരുന്നത് ഇതുപോലത്തെ പാറകളിലായിരുന്നു. അതേപോലെ തന്നെ ദദാനിലെ നമ്മൾ കണ്ട ലയൺ ടോംബുകളും ഇതുപോലത്തെ പാറകളിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. പാറയുടെ മുകളിൽ നിന്ന് കറുത്ത കല്ലും മഞ്ഞ കല്ലും ഒക്കെ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ നോക്കിയപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. ജീവി ഇതുവഴി പോയിട്ടുണ്ട് കേട്ടോ, അതിന്റെ കാൽപ്പാടുകൾ ഉണ്ട്. സാധനം ഇതുവഴി പോയിട്ടുണ്ട്, അതിന് കാൽപ്പാടുകൾ. ആ ഇവിടെ എന്തോ ഇത് ഒട്ടകമാണോ? ഇത് ഒട്ടകം പോയതെന്ന് തോന്നുന്നു കേട്ടോ, ഒട്ടകത്തിന്റെ കാൽപ്പാടുകൾ അങ്ങ് പോയിട്ടുണ്ട്. ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് ആ സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുകയും ആ പാറയുടെ ഭംഗിയൊക്കെ കാണുകയും അവിടുത്തെ കല്ലുകളും ഒക്കെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ മരുഭൂമിയിൽ എന്തോ 2 ജീവികൾ പോയതിൻ്റെ കാൽപ്പാടുകളൊക്കെ കണ്ട്, അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ അതുവഴിയെല്ലാം നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു മനുഷ്യന്മാരും ഈ ഒരു സ്ഥലത്ത് ഇല്ലായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഒന്നും ആരും വരുന്നതല്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ എന്തായാലും ഇങ്ങനെ അതുവഴിയെല്ലാം ഇങ്ങനെ നടക്കുകയാണ്. നോക്കിക്കേ, ഈ ഒരു പാറ കണ്ടോ? നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഹെഗ്രയുടെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ആ ഒരു നബത്തീൻസ് നിർമ്മിച്ച ശിലാകല്ലറയുടെ അതേപോലെ ഇരിക്കുന്ന കുറേ പാറകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവിടെ കണ്ട ആ സെയിം പാറയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ ആ ഒരു സ്ഥലത്ത് കുറേ നേരം നിന്നേ, അത് എന്താണെന്ന് പറയാൻ അറിയത്തില്ല, കുറേ നേരം നിന്നു. അതേപോലെ തന്നെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും പാറയുടെ അടിയിലൊന്നും പോയി നിൽക്കരുത്, നമ്മൾ തലയിലൊക്കെ എന്തെങ്കിലും ഒന്ന് വീഴും. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയാണ്. അതായത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര പാറയും തിരിച്ച് ഫോട്ടോ എടുപ്പിച്ചോളൂ. ആ പാറ എന്നെ കൊണ്ട് ആ പാറയുടെ ഫുൾ വീഡിയോ എടുപ്പിക്കുകയാണ് ഗൈസ്. എൻ്റെ തൊപ്പി താഴെ കളഞ്ഞിട്ട് അതെന്നെ കൊണ്ട് വീഡിയോ മൊത്തം എടുപ്പിക്കുകയാണ്. ബൈ ബൈ, ഓക്കെ ബൈ ബൈ. ആരും വന്ന് കാണാത്തടത്ത് ഞാനും ശ്രീകുട്ടനും കൂടെ വന്ന് വീഡിയോ പിടിച്ചല്ലേ, അതായിരിക്കും. അത് ഞങ്ങളെ കുറേ നേരം അവിടെ പിടിച്ച് നിർത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ കല്ലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ പോവാണ്. രണ്ടീഷായിട്ട് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കണ്ട പാറകളില്ലേ, ഈ പാറകളെ പോലെയുള്ള പാറകൾക്കുള്ളിലാണ് ഈ പറയുന്ന ടോംബൊക്കെ ഉള്ളത്, പല ശവകുടീരങ്ങളും ഉള്ളത്. നമ്മൾ ഹെഗ്രയിൽ കണ്ട പല കാഴ്ചകളും കണ്ടില്ലേ, അതൊക്കെ അത് ആളുകൾ തപ്പിപ്പിടിച്ച് ഇതുപോലെ ഒത്തിരി സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കണ്ടുപിടിക്കപ്പെടാത്തത്. ഇനി അങ്ങനത്തെ വല്ല ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല ഗൈസ്. ഇരുട്ടത്തൊന്നും ഇങ്ങനത്തെ സ്ഥലത്തൊന്നും പോകല്ലോ. നമുക്ക് വെട്ടവും വെളിച്ചമൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതും ഈ ഒരു വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്തതും. നമുക്ക് ഇങ്ങനെ പാറകളൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊതുവേ ഇഷ്ടമാണ്, അങ്ങനെ ഇഷ്ടപ്പെട്ട് വന്നെടുത്തതാണ്. നോക്കിക്ക് ഇതൊക്കെ കണ്ടോ, എന്ത് വ്യത്യസ്തമായിട്ടുള്ള പാറകളൊക്കെ അല്ലേ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലൊക്കെ അറേബ്യൻ മരുഭൂമികൾ ലോകത്തിന്റെ മുന്നിൽ വലിയൊരു നിഗൂഢതയായിരുന്നു. മണൽ കുന്നുകൾക്കിടയിൽ ഹെഗ്ര എന്നറിയപ്പെടുന്ന മദായിൻ സാലിഹ് എന്നറിയപ്പെടുന്ന ശിലാകല്ലറകളുള്ള ഒരു നഗരം ഉണ്ടായിരുന്നു. സാഹസികരായ സഞ്ചാരികൾ പോലും ഒരു കാലത്ത് ഹെഗ്രയിലേക്ക് പോകാൻ ഭയപ്പെട്ടിരുന്നു. 1876 ചാൾസ് മോണ്ടാക്കു ഡൗട്ടി എന്ന ഒരു ബ്രിട്ടീഷ് യാത്രക്കാരൻ, അദ്ദേഹത്തിന് പുരാതന ലിപികളോടും ചരിത്രത്തോടും ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹം ദമാസ്കസിലെത്തി. അവിടെ വെച്ചാണ് മരുഭൂമിക്കുള്ളിലെ പാറകളിൽ കൊത്തിയെടുത്ത കൊട്ടാരങ്ങളെക്കുറിച്ച് അദ്ദേഹം കേൾക്കുന്നത്. അതിനുശേഷം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ബദുവിൻ ഗോത്രങ്ങളോടൊപ്പം അദ്ദേഹം യാത്ര ചെയ്യാൻ തുടങ്ങി. യാത്രയിലുടനീളം അദ്ദേഹത്തിന് മുന്നറിയിപ്പുകൾ ലഭിച്ചുകൊണ്ടിരുന്നു. അങ്ങോട്ട് പോകരുത്, അതൊരു ശപിക്കപ്പെട്ട സ്ഥലമാണ് എന്ന രീതിയിൽ കുറേ മുന്നറിയിപ്പുകൾ അദ്ദേഹത്തിന് കിട്ടിത്തുടങ്ങി. പ്രവാചകൻ സാലിഹിന്റെ ഒട്ടകത്തെ കൊന്നതിന് ദൈവം നശിപ്പിച്ച നഗരം എന്നായിരുന്നു അന്നത്തെ കാലത്ത് അത് വിശ്വസിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു, പെട്രോയെ പോലെ ഒരു നഗരം ഇവിടെ ഉണ്ടാവുമെന്ന്. അദ്ദേഹം ദിവസങ്ങളോളം ഒട്ടകപ്പുറത്ത് യാത്ര തുടർന്നു. ഒരു ദിവസം അദ്ദേഹം മണൽ കുന്നുകൾക്കിടയിൽ ആ ഒരു അത്ഭുത കാഴ്ച കണ്ടു. വിശാലമായ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട കൂറ്റൻ പാറകൾ അദ്ദേഹം കണ്ടു. അത് വെറും പാറകളായിരുന്നില്ല, അതിൽ മനോഹരമായ വാതിലുകളും തൂണുകളും കൊത്തിവെച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു. അതായിരുന്നു ഹെഗ്ര.
അദ്ദേഹം അവിടെ കണ്ടത് 111ഓളം ഭീമാകാരമായ കല്ലറകളായിരുന്നു. ആ സ്ഥലമായിരുന്നു നമ്മൾ നേരത്തെ കണ്ട ഹെഗ്ര. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നബത്തിയൻസ് നിർമ്മിച്ച ഹെഗ്ര എന്ന പുരാതന നഗരം. അവിടുത്തെ ഓരോ ശിലാകല്ലറകളുടെ മുകളിലും ശില്പങ്ങളും വിചിത്രമായ ലിപികളും ഉണ്ടായിരുന്നു. അദ്ദേഹം ഹെഗ്രയിൽ മാസങ്ങളോളം ചെലവഴിച്ചു. കൊടും ചൂടിലും വിശപ്പിലും അദ്ദേഹം ഓരോ ശിലാലിഖിതങ്ങളും കടലാസിലേക്ക് പകർത്തി അവിടുത്തെ അറാമിക് ലിപികൾ ലോകത്തിന് മുന്നിൽ അദ്ദേഹം എത്തിച്ചു. അദ്ദേഹത്തിന്റെ ഈ കണ്ടെത്തലുകളാണ് ഹെഗ്ര വെറും ഒരു കെട്ടുകഥയല്ല, മറിച്ച് റോമൻ സാമ്രാജ്യത്തോട് പോലും പൊരുതിയ ഒരു വലിയ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് തെളിയിച്ചത്. അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ ട്രാവൽസ് ഇൻ അറേബ്യ ഡെസേർട്ട എന്ന പുസ്തകത്തിലൂടെ ലോകത്തെ അറിയിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന സൗദി അറേബ്യയിലെ അല്ലുലയിലെ ഹെഗ്ര, ആ ധീരനായ സഞ്ചാരി അന്നത് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നും മണൽക്കാറ്റുകൾക്കിടയിൽ ഒരു രഹസ്യമായി തുടർന്നേനെ. ഈ പാറയൊക്കെ നോക്കിക്കേ, ശരിക്കും ഒരു പ്രത്യേകമായിട്ടാണ് നമുക്ക് തോന്നിയത് അല്ലേ? ഈ പാറകൾക്കെല്ലാം ഒരു പ്രത്യേക ഷേപ്പും ഒക്കെയാണ്. നമ്മൾ ഇതുവഴി പോകുമ്പോൾ ഈ പാറയ്ക്ക് ചിമ്പാൻസി പാറ എന്നൊക്കെയാണ് നമ്മൾ അതിനെ വിളിച്ചിരുന്നത്. സൂക്ഷിച്ചു നോക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മൃഗങ്ങളുടെ ഒരു ഛായ ഇതിന് തോന്നും. നോക്കിക്ക് പക്കയായിട്ട് നമുക്ക് എങ്ങനെയാണ് തോന്നിയത്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള പാറകളാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. ഓരോ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടാണ് ഈ ഒരു ഷേപ്പിലേക്ക് ഇതെല്ലാം വന്നതെന്നാണ് പറയപ്പെടുന്നത്. വ്യത്യസ്തമായ പാറകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു സ്ഥലമാണ് അല്ലുല. എന്തായാലും നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ റൂമിന്റെ അടുത്തായിരുന്നു ഈ ഒരു സ്ഥലം ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നല്ല പൊക്കമുള്ള സ്ഥലത്താണ്. ഇവിടെ നല്ല വ്യൂ ആണ്, കണ്ടോ? നമുക്ക് ഈ പച്ച നിറത്തിൽ കാണുന്നത് മൊത്തം ഈന്തപ്പന തോട്ടങ്ങളാണ്. ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന പാറകളാണ്. അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ മൊത്തം കാണാൻ പറ്റുന്ന ആ പച്ച നിറത്തിൽ കാണുന്നത് മുഴുവനും ഈന്തപ്പന തോട്ടങ്ങളാണ്. നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ? ഇവിടെ ഈ ഒരു മരുഭൂമിക്കുള്ളിൽ ഇങ്ങനെ ഒരു ഈന്തപ്പന തോട്ടം നിൽക്കുന്ന ഒരു കാണാനൊരു രസമാണ്. ബാക്കിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന ധാരാളം മലകളാണ്. നമ്മൾ ഹരാത്ത് വ്യൂ പോയിന്റ് നോക്കിയപ്പം നമ്മൾ ഈ ഒരു കാഴ്ചകളൊക്കെ അവിടെ നിന്ന് കണ്ടിരുന്നു. പക്ഷെ അത് ഇത്തിരി ദൂരെ നിന്നാണ് നമ്മൾ കണ്ടത്. ഇതിപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഈ പാറകളൊക്കെ തന്നെ നോക്കിക്കുക, എന്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് നിങ്ങൾക്കും തോന്നിയില്ലേ? എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയൊരു യാത്രയായിരുന്നുവെങ്കിലും അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നൂറ്റാണ്ടുകളോളം ചരിത്രമുള്ള ഈ സ്ഥലങ്ങളൊക്കെ വന്ന് കാണാനും അതേപോലെ തന്നെ ആ പാറകളുടെ കാഴ്ചകളൊക്കെ കാണാനും അതിൻ്റെ ചരിത്രങ്ങളൊക്കെ അറിയാൻ സാധിച്ചതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തായിരുന്നു ഈ സ്ഥലം, അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇവിടെ വന്ന് കാണാനൊക്കെ പറ്റിയത്. അധികം ആളുകളൊന്നും ഈ ഒരു സ്ഥലത്തേക്കൊന്നും വരുന്നല്ലെന്ന് തോന്നുന്നു. നമ്മൾ പോയ വഴിക്ക് കണ്ടല്ലോ, അധികം വണ്ടികളോ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റിയിരുന്നില്ല. എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു യാത്രയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതേപോലെ തന്നെ സൗദിയിലുള്ളവരാണ് ഈ അല്ലുലയൊക്കെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ പോയി കാണുക. നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.